Simple attention. Stand it is. Attention. Stand it is. Attention. Stand it is. Now going to start the free hand exercise. All of you follow the free hand exercise. Attention. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, next, change. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, next, change. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, next, change. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, next, change. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, next, change. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, next, change. സ്കിപ്പിംഗ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് സ്കിപ്പിങ്ങിനെ കുറിച്ചാണ്. സ്കിപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോപ്പ് ആവശ്യമുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത റോപ്പാണ്. ഗ്രിപ്പുള്ള ടൈപ്പ് റോപ്പാണ്. നോർമലായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന റോപ്സും ഉപയോഗിച്ച് സ്കിപ്പിംഗ് ചെയ്യാവുന്നതാണ്. ഷോപ്പിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സ്കിപ്പിംഗ് റോപ്പ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. റോപ്പിൻ്റെ ലെങ്ത്ത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രൗണ്ട് ലെവൽ ടു ഹിപ്പ് വരെ ബോത്ത് സൈഡിൽ സെയിം ലെങ്ത് ആയിരിക്കണം. സ്കിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്ക് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സ്കിപ്പിംഗ് എന്ന ഐറ്റത്തെ നമുക്കൊരു ഗെയിമായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് പർപ്പസിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് നമുക്കൊരു ഡെമോ നോക്കാം, ആഫ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഓക്കെ എല്ലാവർക്കും അപ്പോൾ ഇതുപോലെ ജമ്പ് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ബോത്ത് ഗ്രിപ്പ്, രണ്ട് ഗ്രിപ്പും ഒരു കയ്യിൽ പിടിക്കുക. നമ്മൾ ഒരു കയ്യിൽ പിടിക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഹാഫാക്കി പിടിച്ചതിന് ശേഷം റൊട്ടേഷൻ ചെയ്യുക. നോർമൽ സ്കിപ്പിംഗ് ചെയ്യുന്ന ടൈമിൽ ചെയ്യുന്നത് പോലെ റൊട്ടേഷൻ ചെയ്യുക. ഇനി റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് സ്കിപ്പിംഗ് റോപ്പ് ഗ്രൗണ്ടിൽ എത്തുന്ന ടൈമിൽ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സ്കിപ്പിംഗ് റോപ്പ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ജമ്പും ചെയ്യുക. രണ്ട് സൈഡിലും ബോത്ത് സൈഡിലും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. റോപ്പിൻ്റെ റൊട്ടേഷൻ കറക്റ്റ് ചെയ്യുക. സ്കിപ്പിംഗ് റോപ്പ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ജമ്പിങ് ചെയ്യുക. ബോത്ത് സൈഡിലും ഈ എക്സസൈസ് പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ,
സ്കിപ്പിംഗ് എപ്പോഴും ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. റോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റ് ഉള്ള ടൈപ്പ് റോപ്പ് സെലക്ട് ചെയ്യുക. വെയിറ്റ് ഇല്ലാത്ത റോപ്പിൽ ജമ്പ് ചെയ്യാൻ കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് 2 റണ്ണിങ് ഐറ്റംസിനെ കുറിച്ചാണ്. സിഗ്സാഗ് റണ്ണിങ് ആൻഡ് ഷട്ടിൽ റണ്ണിങ്. ഷട്ടിൽ റണ്ണിങ്ങിനാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഷട്ടിൽ റണ്ണിങ് യൂസ് ചെയ്യുന്നത് സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷട്ടിൽ റൺ യൂസ് ചെയ്യുന്നത്. ഇതൊരു അനഎറോബിക് ആക്ടിവിറ്റിയാണ് ഷട്ടിൽ റൺ. ഓക്കെ, 4 മീറ്റർ ഡിസ്റ്റൻസിൽ 4 കോൺസ് സ്ട്രൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ്. നിങ്ങൾക്ക് കോൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് കവറായിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് 4 മീറ്റർ ഡിസ്റ്റൻസിൽ ഇതുപോലെ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് ഈ ഐറ്റം എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് ട്രയൽ നോക്കാം. ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റിലെ കോണിൻ്റെ അവിടെ നിന്ന് സെക്കൻഡിലെ കോണിൻ്റെ അവിടേക്ക് റണ്ണ് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റിലെ കോണിൻ്റെ അവിടെ നിന്ന് സെക്കൻഡിലെ കോണിൻ്റെ അവിടേക്ക് റണ്ണ് ചെയ്യുക. ദെൻ ഫസ്റ്റിലെ കോണിലേക്ക് റിട്ടേൺ റണ്ണ് ചെയ്യുക. അവിടെ നിന്ന് ഫസ്റ്റിലെ കോണിൻ്റെ അവിടെ നിന്ന് തേർഡിലെ കോണിൻ്റെ അവിടേക്ക് റണ്ണ് ചെയ്യുക. അവിടെ നിന്ന് സെക്കൻഡിലെ കോണിലേക്ക് വീണ്ടും റണ്ണ് ചെയ്യുക. പിന്നെ സെക്കൻഡിലെ കോണിൻ്റെ അവിടെ നിന്ന് ലാസ്റ്റിലെ ഫോർത്തിലെ കോണിൻ്റെ അവിടേക്ക് റണ്ണ് ചെയ്യുക. ഫോർത്തിലെ കോണിൻ്റെ അവിടെ നിന്ന് റിട്ടേൺ പോവുക. ഓക്കെ, നമുക്ക് ഇവൻ്റെ ഷട്ടിൽ റണ്ണ് ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിഗ്സാഗ് റണ്ണിങ് ആണ്. സിഗ്സാഗ് റണ്ണിങ് ചെയ്യുന്നത് പവർ, സ്പീഡ്, ക്വിക്നെസ് ആൻഡ് ബോഡി കൺട്രോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഗ്സാഗ് റണ്ണിങ് യൂസ് ചെയ്യുന്നത്. ഞാൻ സെറ്റ് ചെയ്യുന്നത് കോണാണ്. 4 മീറ്റർ ഡിസ്റ്റൻസിൽ ഓപ്പോസിറ്റായിട്ട് കോണുകൾ സെറ്റ് ചെയ്യാണ്. കോണുകൾ സെറ്റ് ചെയ്യേണ്ട ഫോർമാറ്റ് 4 മീറ്റർ ഡിസ്റ്റൻസിൽ 2 ലൈൻസ് ആയിട്ടാണ് കോണുകൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. സിഗ്സാഗ് റണ്ണിങ്ങും ഷട്ടിൽ റണ്ണിങ്ങും അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ കോണിൽ തന്നെ വേണമെന്നില്ല, കിട്ടുന്ന എന്ത് ഒബ്ജക്റ്റാണോ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റിലെ കോണിൻ്റെ അവിടെ നിന്ന് സെക്കൻഡിലെ കോണിലേക്കാണ് ഓടേണ്ടത്. കോൺ കവർ ചെയ്തിട്ട് സിഗ്സാഗ് ആയിട്ട് ഓടിയിട്ട് ഫിനിഷ് ചെയ്യുക. All of you practice these items.